ഹലോ മൈ ഗൈസാളെ അപ്പൊ തന്നെ കാലത്ത് തന്നെ പുജേറക്ക് പോകാൻ തന്നത്തെ പോലെ ഓണം ഒഴിക്കാണ് റോട്ടിൽ ഫുള്ള് പോകാം ആരും റോഡ് സൈഡിൽ തീ ഇട്ടിട്ട് വന്ന പോകല്ലാട്ടാ ഇത് പോകാണ് ഇതിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പാഞ്ഞ് കയറണ മുമ്പിലത്തെ ഫോറിന്റെ കേട്ടിട്ട് പോകുന്നു നമ്മളെ പോലുള്ള മന്ദിക്കാണ്ടിരിക്കാനാണ് ഇതും കഴിഞ്ഞ് പോകും കഴിഞ്ഞ് കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചാണ്ട് ഇത് പാവങ്ങൾ സമയമാവാൻ കാത്തേട്ടി കിടക്കണം പോവാൻ അതും കഴിഞ്ഞ് തന്നെ ഇത്രയും ബില്ലാണ്ട് നമുക്കൊന്ന് തീർക്കാനുള്ളൂ ഈ ബില്ലുകൾ തീർക്കാണ്ട് നമുക്കൊന്ന് പോകാൻ പറ്റൂല ഡെലിവറി കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരുത്തൻ കട മുമ്പിൽ പോയിട്ട് പൂ പൊട്ടിച്ചുകൊണ്ട് വന്നേക്കണത് ഇവന്റെ പെണ്ണിന് കൊടുക്കാനൊന്നും ഇവനാണ്ടാ മുതല് അതും കഴിഞ്ഞ് തിരിച്ച് കമ്പനിയിലേക്ക് കഴിഞ്ഞ് നമ്മൾ തന്നെ നേരെ മുടി വെട്ടാൻ പോയിട്ടാ മുടി വെട്ടണതിന്റെ ഇപ്പൊ ഫ്രീ ആണ് ഫേഷ്യലൂടെ മുടി വെട്ടി കഴിഞ്ഞ ഒരു ചെറിയ കുളി കഴിഞ്ഞപ്പോ ഞാൻ സുന്ദരനായി കഴിഞ്ഞ് കമ്പനിക്കാരെ റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉറക്കം പാസ്സാക്കിട്ടാ റമദാൻ മാസം അല്ലേ ആകെ വയ്യാണ്ടായി ചെറിയൊരു ഉറക്കം കഴിഞ്ഞപ്പോൾ നമുക്ക് നോമ്പുറക്കാനുള്ള സമയമായിട്ട് അങ്ങനെ നോമ്പുറക്കാനായിട്ട് നമ്മളെ കമ്പനിയിലത്തെ താത്താടെ വകയാണ് ഇന്ന് നോമ്പുറ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലേ ദുബായിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ടോട്ട് ഇന്ന് ഇവിടെ എല്ലാവർക്കും തിന്നാനായിട്ട് അതിവിപുലമായ നോമ്പുറ തന്നെയായിരുന്നു ഇവിടെ പിന്നെ ആരോടും പറയണ്ടല്ലേ കഴിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കഴിച്ച് അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെലിവറിക്കാണ്ട പോയി ഡെലിവറിക്ക് കൊണ്ടുകൊണ്ട് രണ്ട് പ്രത്യേകത ഉണ്ട് കമ്പനിയിലത്തെ പണിയും നടക്കും തിന്ന ഫുഡ് ദഹിക്കുകയും ചെയ്യും അതും കഴിഞ്ഞ് പിന്നെ നമ്മ നേരെ പള്ളി കാണ്ട വിട്ടത് റമദാൻ മാസം അല്ലെ എങ്കിൽ നിസ്കാരം പറലാനായിട്ടാ റമദാൻ മാസത്തിലാണ് നമ്മ 5 വക്കത്ത് നിസ്കരിക്കേണ്ടതേ കൃത്യമായിട്ട് നിസ്കാരം കഴിഞ്ഞ് പിന്നെ താത്താടെ വിളി ഇവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ഓടിച്ചെന്നിട്ട് അവിടെ ചെന്നപ്പോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാ അതും ഗേറ്റ് വയറ് നിറച്ച് ബീഫ് ബിരിയാണി കഴിച്ചോണ്ടിരിക്കലാണ് താത്താടെ ഒക്കെ ചിക്കൻ പൊരിച്ചത് ഫുഡിന്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തിന്നു പറയേണ്ട ആവശ്യമില്ല ഇവിടെ എന്തുകൊണ്ട് വെച്ചാലും തിന്നും അങ്ങനെയാണ് നമ്മളെ അവസ്ഥ അത് എനിക്ക് ഇവനാണെങ്കിൽ എന്ത് കൊടുത്താലും ഹാപ്പിയാണ്.